നമസ്കാരം. കുവൈറ്റ് ജനത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്നങ്ങൾക്ക് ഇഷ്ടികയുടെയും കോൺക്രീറ്റിൻ്റെയും ഉറപ്പേകിയ ഒരു ജീവിതമുണ്ട്. തൃശ്ശൂരിൻ്റെ മണ്ണിൽ ആകാശത്തോളം ഉയരത്തിൽ സ്വന്തമായി ഒരിടം എന്ന സാധാരണക്കാരൻ്റെ മോഹങ്ങൾക്ക് ചിറക് നൽകിയ ഒരു സംരംഭകൻ. കെട്ടിട നിർമ്മാണ രംഗത്ത് KMB എന്ന ബ്രാൻഡിന് വിശ്വസ്തതയുടെയും ഗുണമേന്മയുടെയും മേൽവിലാസം നൽകിയ വ്യക്തി. തൃശ്ശൂരിൻ്റെ പുരോഗതിയുടെ ഓരോ ചുവടിലും തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ KM പരമേശ്വരൻ. ബിസിനസ് വിജയത്തിൻ്റെ കണക്കുകൾക്കപ്പുറം ഈ നഗരത്തോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നിർമ്മിതിക്കും പിന്നിലെ കരുത്ത്. ഞാൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ 33 കൊല്ലമായി. ആദ്യത്തെ 92-ലാണ് തുടങ്ങിയത്. 2002 വരെ കൺസ്ട്രക്ഷനായിരുന്നു, പ്രധാനമായിട്ട് കോൺട്രാക്റ്റ് വർക്കുകളായിരുന്നു ചെയ്തിരുന്നത്. അതിൽ റെസിഡൻസാണ്, കമേഴ്ഷ്യൽ, ഓഡിറ്റോറിയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. 2002 ശേഷം അപ്പാർട്ട്മെൻറ്റ് മേഖലയിലേക്കാണ് വന്നത്. ഇപ്പോൾ 23 കൊല്ലമായിട്ട് സജീവമായി അപ്പാർട്ട്മെൻറ്റ് മേഖലയിലുണ്ട്. 300 തൊഴിലാളികൾ ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, അതുപോലെ വർക്കേഴ്സിന് താമസിക്കാനുള്ള സൗകര്യം, അവർക്കുള്ള ട്രാൻസ്പോർട്ട് കാര്യങ്ങൾ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖല വെല്ലുവിളികൾ നിറഞ്ഞതാണ്. എന്നാൽ KM പരമേശ്വരൻ എന്ന ബിൽഡർ വെറും ഫ്ലാറ്റുകളോ വീടുകളോ അല്ല നിർമ്മിക്കുന്നത്, അത് ജീവിതമാണ്. കൃത്യസമയത്തുള്ള കൈമാറ്റം, വാക്കിന്മേലുള്ള ഉറപ്പ്, ഉയർന്ന നിലവാരം, ഇത് KMB ബിൽഡേഴ്സിൻ്റെ തൃശ്ശൂരിൻ്റെ വിശ്വാസ്യതയുടെ പര്യായമാക്കി മാറ്റി. ഓരോ പ്രോജക്റ്റിലും KMB വൈഷ്ണവപുരി ആയാലും KMB സുവർണഭൂമി ആയാലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലാഭത്തിലല്ല, ക്ലിയറൻസിൻ്റെ സംതൃപ്തിയിലാണ്. ഏറ്റവും ആദ്യം ഒരു ക്വാളിറ്റി കൺസ്ട്രക്ഷനാണ് ആൾക്കാരെല്ലാവരും ഉദ്ദേശിക്കുന്നത്. ആ ക്വാളിറ്റി കൺസ്ട്രക്ഷൻ നമുക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സർവീസ്, ഈ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സർവീസാണ്. കാരണം എന്താ വെച്ചാൽ ലിഫ്റ്റ് ഉണ്ട്, ജനറേറ്റർ ഉണ്ട്, ട്രാൻസ്ഫോമർ ഉണ്ട്, ഇങ്ങനെയുള്ള പല സംഗതികളും ഉണ്ട്. ചിലപ്പോൾ ലിഫ്റ്റ് ഫെയിലിയർ ആയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സർവീസ് ചെയ്യേണ്ട ഒരു സമയം വന്നാൽ നമ്മൾ മണിക്കൂറുകൾ അതും ചെയ്തു കൊടുക്കും. ജനറേറ്റർ ഫെയിലിയർ ആയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യും. പിന്നെ ഫ്ലാറ്റിൻ്റെ ക്ലീനിങ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു അസോസിയേഷനിൽ നമ്മൾ എല്ലാ അസോസിയേഷനിലും മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലാറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്സ് മാക്സിമം നല്ല രീതിയിൽ നടക്കാനായി അതൊരു 5 കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ നല്ല രീതിയിൽ പെയിൻറ്റിങ് കാര്യങ്ങൾ, അതുമാതിരി ഡെയിലി സ്വീപ്പർ വന്ന് സ്റ്റെയർ കേസുകൾ, കോമൺ ഏരിയ, ഇങ്ങനത്തെ പുറത്തുള്ള യാർഡുകളൊക്കെ അടിച്ച് ക്ലീനാക്കി കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള എല്ലാ സർവീസും കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗുഡ് വില്ല് നമുക്ക് വളരെ നല്ല രീതിയിൽ കിട്ടും. തൃശ്ശൂരിൻ്റെ ആധുനിക മുഖച്ഛായയ്ക്ക് മിഴിവേകുന്നതിൽ KMB ഗ്രൂപ്പിൻ്റെ പങ്ക് വളരെ വലുതാണ്. വെറും താമസ സ്ഥലങ്ങൾക്കപ്പുറം ജീവിതശൈലിയുടെ നിലവാരം ഉയർത്തുന്ന പ്രോജക്റ്റുകളാണ് ഇവർ ഇവിടെ പൂർത്തിയാക്കിയത്. ചെമ്പൂക്കാവിലെ KMB വൈഷ്ണവപുരി മുതൽ ചിയ്യാരം പോലുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണം പുരോഗമിക്കുന്ന KMB സുവർണഭൂമി വരെയുള്ള ഓരോ നിർമ്മിതികളും ഗുണമേന്മയുടെയും സമയബന്ധിതമായി പൂർത്തിയാക്കിയതിൻ്റെയും തെളിവുകളാണ്. പ്രോജക്റ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ KMP സുവർണഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ചെയ്യുന്നത്. അത് തൃശ്ശൂരിൻ്റെ ഒരു ഹൃദയഭാഗത്താണ്. ജൂബിലി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ അറിയപ്പെടുന്ന ഒരു വലിയ മെഡിക്കൽ കോളേജാണ്. അതിനോട് അടുത്താണ് ഇപ്പോൾ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത്. അത് ബേസ്മെൻറ്റ്, ഗ്രൗണ്ട് +8 അങ്ങനെ മൊത്തം 10 നിലയുടെ പ്രോജക്റ്റാണ്. 23 3 ബെഡ്, 7 2 ബെഡ്, ഇതാണ് പ്രോജക്റ്റിൻ്റെ ഫ്ലാറ്റുകളുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 60 അടി നീളമെങ്കിലും സ്വിമ്മിംഗ് പൂളിനുണ്ട്, ഒരു 12 അടി വീതിയുണ്ട്. അതുപോലെ റൂഫ് ടോപ്പ് ഗാർഡൻ, ഒരു 3500 സ്ക്വയർ ഫീറ്റ് റൂഫ് ടോപ്പ് ഗാർഡൻ ഉണ്ട്. റിക്രിയേഷൻ ഹാളുണ്ട്. അതുപോലെ നല്ല ഒരു ഫിറ്റ്നസ് സെൻറ്റർ, ജിം എന്ന് പറയും, അതുണ്ട്. ഇത് കൂടാണ്ട് സ്പെഷ്യലായിട്ട് ഹോം തിയേറ്റർ നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സംഗതികളും ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലോഡഡ് അപ്പാർട്ട്മെൻ്റ് എന്ന് വേണമെങ്കിൽ അത് പറയാം. ഈ വിജയങ്ങൾക്ക് പിന്നിൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്.
റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ KMP ബിൽഡേഴ്സ് എപ്പോഴും മുൻഗണന നൽകിയത് 3 കാര്യങ്ങൾക്കാണ്: ഗുണമേന്മ, കൃത്യമായ വിവരങ്ങൾ, കൂടാതെ നൽകുന്ന പണത്തിനനുസരിച്ചുള്ള മൂല്യം. ഈ തത്വങ്ങൾ എങ്ങനെയാണ് KMP ഗ്രൂപ്പിനെ തൃശ്ശൂരിലെ മുൻനിര സ്ഥാപനങ്ങളിൽ ഒന്നാക്കി മാറ്റിയതെന്ന് KM പരമേശ്വരൻ പറയുന്നു. ഒരു ബിൽഡിംഗ് പണിതാൽ 90% കഴിഞ്ഞാലേ അടുത്ത ബിൽഡിങ്ങിലേക്ക് നമ്മൾ കൈവയ്ക്കുള്ളൂ. അതുവരെ നമ്മൾ ആ പ്രോജക്റ്റ് മാത്രമായിരിക്കും മുന്നാക്കം പോവുള്ളൂ. സംഗതി ലാൻഡുകൾ 2-3 ഉണ്ട്. പക്ഷേ അതൊക്കെ ഞങ്ങളുടെ പ്രോജക്റ്റുകളുടെ സെയിൽ അനുസരിച്ചതിന് ശേഷം മാത്രമേ ഓരോ പ്രോജക്റ്റുകളും നമ്മൾ തുടങ്ങുള്ളൂ. 99% ബിൽഡേഴ്സും സോളിഡ് ബ്ലോക്കിലാണ് ബിൽഡിങ് പണിയുക. പക്ഷേ KMP കമ്പനി പണിയുന്ന എല്ലാ ബിൽഡിങ്ങുകളും റെഡ് ബ്രിക്കിലാണ്, അതായത് വയർ കട്ട് ബ്രിക്സിലാണ് പണിയുന്നത്. അത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. ഞങ്ങളെ മനസ്സിലാക്കി വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബിസിനസ്സിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞങ്ങളുടെ ബ്രാൻഡിനെ പറ്റി അറിയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. സ്വന്തമായ ഒരു വീട് മലയാളിക്കതൊരു സ്വപ്നമാണ്. വിയർപ്പിൻ്റെ പണം നൽകി വഞ്ചിക്കപ്പെടുന്നവർ നിരവധിയാണ്. ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് കൊണ്ടുവന്ന ശക്തമായ നിയമമാണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അഥവാ RERA. RERAയുടെ നിയമങ്ങൾ കർശനമായി പാലിക്കുകയും സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ രംഗത്ത് തുടരാനാകൂ. അത്തരത്തിൽ നിയമത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു പ്രവർത്തിക്കുന്ന തൃശ്ശൂരിലെ പ്രമുഖ ബിൽഡറാണ് KMP ബിൽഡേഴ്സ്. പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് RERA, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. അതിൽ നല്ല ആളുകൾക്ക് മാത്രമേ അതിൽ ജോയിൻ ചെയ്യാനും പറ്റുള്ളൂ, അവരുടെ ബിസിനസ് അത് നിലനിൽക്കുള്ളൂ. അപ്പോൾ ഒരുവിധം ബ്രാൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ RERA റെഗുലേഷൻ അനുസരിച്ചിട്ടാണ് ബിൽഡിങ് പണിയണതും അതിൻ്റെ സാമ്പത്തികവും കാര്യങ്ങളും അതിന് മന്ത്ലി കൊടുക്കുന്ന റിട്ടേൺസ് കാര്യങ്ങൾ ഒക്കെ വളരെ പക്കയായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇനി സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ RERA രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളുടെ അടുത്ത് പോയി നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് മേടിക്കുന്ന ആൾക്കൊരു ഗ്യാരണ്ടി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം ആർക്കും പറയാൻ പറ്റില്ല. ബിസിനസ് രംഗത്ത് ലാഭം ഒരു ലക്ഷ്യമാണ് എങ്കിലും അതൊരു സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാകുമ്പോഴാണ് ആ സംരംഭകൻ കൂടുതൽ ശ്രദ്ധേയനാകുന്നത്. സമൂഹത്തിൽ നിന്ന് ലഭിച്ച പിന്തുണ തിരിച്ച് സമൂഹത്തിന് നൽകേണ്ടതുണ്ടെന്ന ദീർഘവീക്ഷണമാണ് KM പരമേശ്വരൻ എന്ന വ്യക്തിയുടെ കരുത്ത്. വീടുകൾ മാത്രമല്ല, ആവശ്യക്കാരുള്ളവർക്ക് കൈത്താങ്ങായി ഒരിടം ഒരുക്കുക എന്നതിലും KMP ഗ്രൂപ്പ് എന്നും മുന്നിലുണ്ടായിരുന്നു. തൻ്റെ സ്ഥാപനത്തിൻ്റെ ലാഭത്തിൻ്റെ ഒരു പങ്ക് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം നീക്കിവെച്ചു. ബിസിനസ് വിജയത്തിനൊപ്പം ഈ മനുഷ്യൻ്റെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് അദ്ദേഹം തന്നെ സംസാരിക്കുന്നു. സെൻറ്റ് ജോസഫ് സ്കൂളുണ്ട്. ആ സ്കൂള് ഈ മെൻ്റലി റിട്ടാർഡായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്കൂളാണത്. അപ്പോൾ ആ സ്കൂളിൽ നമ്മൾ കാര്യമായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. KMP ബിൽഡേഴ്സ് അതിൽ ഒരു 5000 സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന ഒരു കെട്ടിടം അവർക്ക് നല്ല രീതിയിൽ പണി കഴിച്ചു കൊടുക്കാൻ സാധിച്ചു. ആ കെട്ടിടത്തിൻ്റെ ഒരു 12000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണി കഴിച്ചത് കല്യാൺ സിൽക്കുമാണ്. അപ്പോൾ മൊത്തത്തിൽ അവർക്കൊരു 17000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് കിട്ടി. അതിൽ അവർ നല്ല രീതിയിൽ കുട്ടികളെ അവർ അക്കോമഡേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ സ്കൂള് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ എല്ലാ കൊല്ലവും ഓണത്തിന് ഈ സ്കൂളിൽ ഓണസദ്യ KMP ബിൽഡേഴ്സാണ് ചെയ്യണത്. അവിടെയുള്ള കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, അവിടെയുള്ള ടീച്ചർമാർക്കുള്ള വസ്ത്രങ്ങൾ, അവിടെ ആയിട്ടുള്ള ഉള്ള ആളുകൾക്കുള്ള വസ്ത്രങ്ങൾ അത് മുഴുവൻ കൊടുക്കുന്നത് കല്യാൺ സിൽക്കുമാണ്. അങ്ങനെ ഈ ഒരു സേവനം തുടങ്ങി ഞങ്ങളൊരു 10 കൊല്ലമായിട്ട് അദ്ദേഹം വസ്ത്രവും ഞാൻ ഭക്ഷണവുമായിട്ട് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ക്ഷേത്രങ്ങൾ വരാറുണ്ട്. ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ നല്ല കാര്യങ്ങൾ ഒരുവിധമൊക്കെ ചെയ്യാറുണ്ട്. തൃശ്ശൂർ ഒരു രുദ്രമാല ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. വടക്കേ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. തൃശ്ശൂർ ടൗണിൻ്റെ സെൻറ്ററിലാണ്. ആ
ക്ഷേത്രം നല്ല രീതിയിൽ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ഒരു വടക്കേ സമൂഹമഠം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ഒരു ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയം ഇപ്പോൾ റിന്യൂവേഷനൊക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ അതിൻ്റെ ഇനോഗ്രേഷൻ ഡിസംബർ മാസം 26-ാം തീയതിയാണ്. കല്യാൺ ജുവലേഴ്സ് ചെയർമാൻ കല്യാൺ രാമനും കല്യാൺ സിൽസിൻ്റെ ചെയർമാൻ പട്ടാഭിരാമനും രണ്ടുപേരും കൂടിയിട്ടാണ് അതിൻ്റെ ഇനോഗ്രേഷൻ നിർവഹിക്കുന്നത്. ഇങ്ങനെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. സ്വന്തം നാട്ടിൽ സ്വന്തം ജനതയ്ക്കായി മികച്ച ഭവനങ്ങൾ ഒരുക്കുക എന്ന ദൗത്യം തുടരുകയാണ് KM പരമേശ്വരൻ. നഗരത്തിൻ്റെ ഹൃദയത്തിൽ ഉയർന്ന ഓരോ KMB കെട്ടിടവും തൃശ്ശൂരിൻ്റെ വളർച്ചയുടെ ഒപ്പം ഈ സംരംഭകൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും വിശ്വസ്തതയുടെയും സാക്ഷ്യപത്രമാണ്. ഇനിയും നിരവധി സ്വപ്നങ്ങൾ ഇഷ്ടികയിട്ട് ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ് KM പരമേശ്വരനും അദ്ദേഹത്തിൻ്റെ KMB ഗ്രൂപ്പും. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ പിക്നിക് സംഘടിപ്പിച്ചു. കൺവീനർ ഷിജു കട്ടിപ്പാറ സ്വാഗതം പറഞ്ഞ ചടങ്ങ് പ്രസിഡന്റ് മജീദ് മന്നങ്കണ്ടി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഷാജി KV സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും മഹിളാവേദി പ്രസിഡന്റ് ഹസീന അഷ്റഫ് ആശംസകളും അർപ്പിച്ചു. ട്രഷറർ ഹനീഫ് C പരിപാടികൾക്ക് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. കുവൈറ്റിന്റെ മണ്ണിൽ ആവേശത്തിരയിളക്കം തീർത്ത ഒരു കായിക മാമാങ്കത്തിന് കൂടി തിരശ്ശീല വീണു. കുവൈറ്റ് എലത്തൂർ അസോസിയേഷൻ KFAക്കുമായി സഹകരിച്ച് സംഘടിപ്പിച്ച 5ാമത് സൗത്ത് ഏഷ്യൻ 7A സൈഡ് ഓപ്പൺ ഫുട്ബോൾ ടൂർണമെന്റിൽ മാക് കുവൈറ്റ് FC ജേതാക്കളായി. ഫാഹേൽ സൂഖ് സഭ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ കിക്ക് ഓഫ് ഉദ്ഘാടനം മുഹമ്മദ് റിയാസ്, സുനിൽ കണ്ണാടിപ്പുറത്തും ചേർന്ന് നിർവഹിച്ചു. പ്രസിഡന്റ് റഫീഖ് N അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അലി കുഞ്ഞി KM സ്വാഗതം പറഞ്ഞു. കുവൈറ്റിലെ പ്രമുഖ 18 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് നിയന്ത്രിച്ചത് KFAC റഫറീസ് പാനലായിരുന്നു. അത്യന്തം വാശിയേറിയ കലാശ പോരാട്ടത്തിൽ ലാംഗോ എഞ്ചിനീയറിംഗ് FCയെ എതിരില്ലാതെ ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മാക് കുവൈറ്റ് FC അപ്പോളോ ക്ലിനിക്കിന്റെ വിന്നിംഗ് ട്രോഫി കരസ്ഥമാക്കിയത്. ഫൈനൽ മത്സരത്തിന് ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ ടൂർണമെന്റ് വിജയികൾക്കുള്ള ട്രോഫിയും പ്രൈസ് മണിയും വിതരണം ചെയ്തു. ജേതാക്കളായ മാക് കുവൈറ്റ് FCക്കുള്ള വിന്നേഴ്സ് ട്രോഫിയും കൈമാറി. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ മുനീർ മക്കാരി, കൺവീനർ ഫൈസൽ N എന്നിവരുടെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് വിജയകരമായി സംഘടിപ്പിച്ചത്. ട്രഷറർ ആരിഫ് NR നന്ദി പറഞ്ഞു. ഗൾഫ് മണലിൽ ഒരു പത്തനംതിട്ട സംഗമം. തങ്ങളുടെ നാടിന്റെ പൈതൃകവും ഐക്യവും ആഘോഷമാക്കിയ ദിനം. പത്തനംതിട്ട NRI അസോസിയേഷന്റെ മലനാട് മഹോത്സവം വിപുലമായ പരിപാടികളോടെ അരങ്ങേറി. പ്രസിഡന്റ് അൻസാരി A ജബ്ബാറിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം അബ്ദുൽ അസീസ് അൽ ദുവൈജ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഷമീർ റഹീം സദസ്സിന് സ്വാഗതം ആശംസിച്ചു. ചടങ്ങിനോടനുബന്ധിച്ചുള്ള സുവനീർ പ്രകാശനം അഹമ്മദ് അൽ മഗരീബ് കുവൈറ്റ് ഹെഡ് മൻസൂർ ചൂരി നിർവഹിച്ചു. അഡ്വൈസറി ബോർഡ് ചെയർമാൻ അൻവർ സാരംഗ്, രക്ഷാധികാരി മുരളി S പണിക്കർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. നാട്ടിൽ നിന്നുള്ള കലാകാരന്മാരുടെ ടീം പത്തനംതിട്ട പിന്നണി ഗായകരായ റഹ്മാൻ, സുമി അരവിന്ദ് എന്നിവർക്ക് പുറമെ കുവൈറ്റിലെ പ്രമുഖ ഗായകൻ മുബാറക് അൽ റാഷിദ്, S ബാൻഡ്, ടീം മഹാദേവ എന്നിവർ അണിനിരുന്ന മെഗാഷോയും അരങ്ങേറി. കുവൈറ്റിലെ പത്തനംതിട്ട പ്രവാസി സമൂഹത്തിന്റെ ഐക്യവും വളർന്നുവരുന്ന സാന്നിധ്യവും വിളിച്ചോതുന്നതായിരുന്നു മലനാട് മഹോത്സവം. ട്രഷറർ ഷാജി തോമസ്, സെക്രട്ടറി ബിനു K മാത്യു, പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് ഷാൻ, മറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുവൈറ്റിലെ മലയാളി നഴ്സുമാരുടെ പ്രമുഖ സംഘടനയായ ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ഹവല്ലി റീജിയൻ അവരുടെ വാർഷിക പരിപാടിയായ ഹവല്ലി ബീറ്റ്സ് സംഘടിപ്പിച്ചു. മുബാറക് അൽ കബീർ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ശോഭന ഐസക് ആയിരുന്നു ഉദ്ഘാടക. സാംസ്കാരിക സമ്മേളനത്തിൽ ഇൻഫോക് ഹവല്ലി റീജിയണൽ കൺവീനർ VS ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. മുബാറക് അൽ കബീർ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ശോഭന ഐസക് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഇൻഫോക് ജനറൽ സെക്രട്ടറി ജോബി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. മുബാറക് അൽ കബീർ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ഐഷ അൽ ലഹ്ദാൻ, ഇൻഫോക് കോർ കമ്മിറ്റി അംഗം ഗിരീഷ് കൃഷ്ണ, ഹവല്ലി റീജിയണൽ ട്രഷറർ ES ശരത്, സുസമ വർഗീസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിൽ ദീർഘകാലം പ്രശംസനീയമായ സേവനം അനുഷ്ഠിച്ച നഴ്സുമാരെ ആദരിക്കുന്ന ചടങ്ങ് സാംസ്കാരിക സമ്മേളനത്തിന്റെ പ്രധാന ആകർഷണമായി. ഹവല്ലി റീജിയണൽ ജനറൽ സെക്രട്ടറി സിജി ജോസ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ റോസമ്മ അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു. ISK കുവൈറ്റ് ചാപ്റ്ററിന്റെ 6ാം വാർഷികാഘോഷമായ വൈഷ്ണവം ആഘോഷിച്ചു. ഫീനിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സുനിൽ പറക്കപ്പാടത്ത് ഭദ്രദീപം തെളിയിച്ചു.
പ്രസിഡന്റ് ജയകൃഷ്ണകുറുപ്പ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി പി ജി ബിനു മുഖ്യപ്രഭാഷണവും നടത്തി. ആരോഗ്യ പ്രവർത്തക കീർത്തി സുമേഷിനെ ഡോക്ടർ സരിത പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രസിഡന്റ് സ്നേഹോപഹാരവും കൈമാറി. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വേദിയിൽ വിവിധയിനം കലാപരിപാടികൾ അരങ്ങേറി. ഭജൻ, ചിത്ര അജയകുമാറിന്റെ ശിക്ഷണത്തിലുള്ള കുട്ടികളുടെ സംഗീത വിരുന്ന്, വിവിധ ഡാൻസ് സ്കൂളുകളുടെ നൃത്തനൃത്യങ്ങൾ എന്നിവ ശ്രദ്ധ നേടി. അംഗങ്ങളും കുട്ടികളും അവതരിപ്പിച്ച ഗാനമേളയോടെ കലാപരിപാടികൾക്ക് വിരാമമായി. കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്കും അധ്യാപകർക്കും ISK കുവൈറ്റ് ചാപ്റ്റർ ഭാരവാഹികൾ സമ്മാനങ്ങൾ വിതരണവും ചെയ്തു. ഷനിൽ വേങ്ങളത്ത്, ബിജു നായർ, അനിൽ ആറ്റുവ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രോഗ്രാം ജനറൽ കൺവീനർ സുജീഷ് പി ചന്ദ്രൻ സ്വാഗതവും ട്രഷറർ KT ഗോപകുമാർ നന്ദിയും പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ റേഡിയോഗ്രാഫർമാർക്ക് ആവേശമായി. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സ് കുവൈറ്റിൻ്റെ ഉദ്ഘാടന മഹോത്സവം നടന്നു. കുവൈറ്റിലെ ഇന്ത്യൻ റേഡിയോഗ്രാഫർമാരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിപാടിയായി റോഞ്ചൻ റേഡിയസ് മാറി. 750-ലധികം റേഡിയോഗ്രാഫർമാർ, ആരോഗ്യ വിദഗ്ധർ, വിശിഷ്ടാതിഥികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ മഹോത്സവം കുവൈറ്റിലെ ഇന്ത്യൻ പ്രൊഫഷണൽ സമൂഹത്തിന്റെ ഒരു നാഴികക്കല്ലായി. Our mission is to build a united professional community defined by skill. പരിപാടിയുടെ മുഖ്യാതിഥിയായി എത്തിയ ഭാരതത്തിന്റെ കുവൈറ്റ് സ്ഥാനപതി പരിമിത ത്രിപാഠി AAR കുവൈറ്റിന്റെ ഔദ്യോഗിക ലോഞ്ച് നിർവഹിച്ചു. ഡോക്ടർ മർവാൻ അൽക്കന്ദരി, എഞ്ചിനീയർ ഷൈഖ അൽ അർഫജ്, ഡോക്ടർ സോബന സുജിത്ത് ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. എയർ കുവൈറ്റിന്റെ ആദ്യ വാർഷിക മാസികയായ റോഞ്ചൻ റേഡിയസ് 2025 ഉദ്ഘാടന വേദിയിൽ പ്രകാശനം ചെയ്തു. ഒപ്പം അസോസിയേഷന്റെ ഔദ്യോഗിക ജേഴ്സിയും ലോഞ്ച് ചെയ്തു. റേഡിയോളജി മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് കുവൈറ്റ് റേഡിയോളജി സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ മർവാൻ അൽക്കന്ദരിക്ക് വിശിഷ്ട ബഹുമതി സമ്മാനിച്ചു. കൂടാതെ ഇൻഡോ കുവൈറ്റ് റിലേഷൻഷിപ്പ് സിൽവർ മൈൽസ്റ്റോൺ, കമ്മ്യൂണിറ്റി സർവീസ്, സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡുകളും വിതരണം ചെയ്തു. Radiology is changing fast. With this award, surely I promise you that my community services will continue with much more humility. Education system which we started in Al Sabah, those who worked in Al Sabah hospital, they know that. All the best for your future and yours. I've seen what true dedication looks like. My father has always. പ്രസിഡന്റ് നജീബ് ജമാലുദ്ദീൻ കൂട്ടായ്മകളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും ചടങ്ങിൽ വിശദീകരിച്ചു. ഔദ്യോഗിക ചടങ്ങിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള മിസ് കീർത്തനയും പത്തോളിക്കും അവതരിപ്പിച്ച മനോഹരമായ സാംസ്കാരിക പരിപാടികൾ സദസ്സിന് വിരുന്നായി. കുവൈറ്റിലെ ഇന്ത്യൻ റേഡിയോഗ്രാഫി മേഖലയുടെ ഐക്യവും പ്രൊഫഷണൽ മികവും വിളിച്ചോതുന്ന ഈ പരിപാടി വിജയകരമാക്കിയ എല്ലാവർക്കും എയർ കുവൈറ്റ് നന്ദി അറിയിച്ചു. Hello viewers, welcome to KQ Matters 2024 organized by Pavan's Indian Educational School Kuwait. Today in this quizzing compact we have the category of grade 9s to 12. Once again welcome to KQ Matters 2024 where knowledge reigns supreme. So who are going to be the winners? We have a tie. We have to break the tie. First we will have a set of 5 questions asked to both team A and B to break the tie. Question number 1. In the movie Gravity,
the characters experience the effect of dash? Yeah, time is up. I think both of you have answered, both the teams have answered. Now we go to the second question. In the popular film Gattaca, 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 the characters genetically screened at birth to determine their susceptibility to diseases and what careers they would be suited to. What does the film's title, based on the letters G, A, T and C, stand for? Time up. Now we go to question number 3. What is the sacred tree in Avatar movie called? In the movie Avatar, there is a sacred tree, T-R-E-E, tree. What is it called? Time up. We go to question number 4. In the movie Interstellar, the characters travel through a hypothetical tunnel-like structure called dash. Time up. We go to the last question of the round. The world's first integrated machine for manufacturing blood collection tubes, Husky Icor, has been set up in which state of India? Name the state of India. Right. All 5 questions are over. Now we will check the answers written by both the teams, Team A and Team B. The answer of the first question. In the movie Gravity, the character experienced the effect of microgravity. Was this your answer? Okay. Question number 2. The popular film Gattaca, the characters and the letters G, A, T and C stand for. The correct answer is, have you got the correct answer? Guanine, adenine, thymine, cytosine. Right? Yeah, these were the words. Question number 3. What is the sacred tree in the movie Avatar? What is it called? What is the name of the tree? The Tree of Souls. Has anybody got the correct answer? We'll check. Okay, no problem. No worries. Question number 4. The correct answer. The question based on the movie Interstellar. The characters travel through a hypothetical tunnel-like structure called wormhole. Correct. Correct. Both of you answered correctly? Both the teams? Then how the tie was broken, I don't know. We'll check. Okay. Last question, 5th question. The world's first integrated machine for manufacturing blood collection tubes, Husky Icor, has been set up in which state? It was set up in the state of Kerala, India. You got the right answer? Okay, we'll check. Now the results are ready. All the 5 rounds are over. The tie has been broken. Now we have the final result. Who are the winners? The second position goes to Team B with 60 points. Well done, Team B. Congratulations. The first position has been secured by Team A with 80 points. Well done, Team A. Congratulations. You are the champion of this quizzing combat KQ Matters 2024, where knowledge reigns supreme, where knowledge quotient matters. Thank you. കുവൈറ്റ് ജനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.